ഹായ് വിവോസ്, വെൽക്കം ബാക്ക് ടു യാദ്. എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾ ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ച് പുറത്തൊക്കെ പോയിട്ട് റീഫ്രഷ് ആയിരിക്കുന്ന ഈ ടൈമിൽ നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ടു പീസ് സെറ്റ് കണ്ടാലോ? അതും നമ്മുടെ വിആർ ഡിസൈൻസിന്റെ ചാനൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് സ്കേർട്ട് ആൻഡ് ടോപ്പ് സെറ്റ് കൊണ്ടുവരുന്നത് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ടു പീസ് സെറ്റാണ്. സ്കേർട്ട് വന്നിട്ട് അജറക്കാണ് വരുന്നത്. സ്കേർട്ട് ഫുൾ ലെങ്തിലാണ് വരുന്നത് കേട്ടോ. ടോപ്പ് വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ. ടോപ്പിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ടോപ്പിന്റെ ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്കേർട്ടിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഹൈ നെക്കാണ് വരുന്നത് കേട്ടോ. ടോപ്പിന്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡും സ്കേർട്ടിന്റെ ഷെയ്ഡ് വന്നിട്ടൊരു മെറൂൺ ഷെയ്ഡുമാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ ഒന്ന് കണ്ടാലോ? സ്കേർട്ട് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. അജറക്കാണ് പാച്ച് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് സ്കേർട്ടിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. സ്കേർട്ടിന്റെ ലെങ്ത് വന്നിട്ട് ഒരു 40 എബോവ് വരുന്നുണ്ട് കേട്ടോ. 39-40 എബോവ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്. നമുക്ക് നടക്കുമ്പോൾ തട്ടുമോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഫുൾ ലെങ്ത് ആണ് വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് വന്നിട്ട് എം സൈസ് ആണ്. കാരണം എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ എം സൈസ് വേറെ ഇരിക്കുന്നത്. ഇതൊക്കെ വേറെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വന്നിട്ട് ഇവിടെ വരെയും എനിക്ക് വേറെ ചെയ്യേണ്ടി വരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ എം സൈസ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ലൂസ് ആണെങ്കിൽ തന്നെയും ടൈ ചെയ്യാനുള്ള ഡോറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിൽ കണ്ടോ ഇങ്ങനെ ഫ്ലീറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഒരു കട്ടിങ്ങിന് എന്തോ നെയിം പറയും, അതെനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒരു ഫ്ലീറ്റ് പോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അതേപോലെ തന്നെ ബാക്ക് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ ഫ്ലീറ്റ് പോലെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു എലഗൻ ലുക്ക് തരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. ലോങ് സ്കേർട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത്. അതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ടോപ്പ് വന്നിട്ട് ജോർജറ്റ് ആണ്. പ്ലെയിൻ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ. ഇത്രയും ഇങ്ങനെ ഇവിടെ വരെയും സ്ലീവ് ആണ് വരുന്നത്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. എന്നാൽ ഇതിൻ്റെ ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഹൈ നെക്കാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ സെൻട്രൽ പോർഷനിൽ കണ്ടോ, നെക്കിൻ്റെ ഇവിടെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ ഒരു ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നമ്മൾ ജുവൽ നെക്കിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇതിൽ വന്നിട്ട് സിബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് ആണെങ്കിൽ തന്നെ ഇങ്ങനെ വെയർ ചെയ്തിട്ട് സിബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കംഫർട്ടബിൾ ആയിട്ടിരുന്നോളും. നമുക്ക് നല്ല ഒരു എന്താ പറയുക, ബോഡിക്ക് നല്ലൊരു ഷേപ്പും കൂടെ കിട്ടും. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ടു പീസ് സെറ്റ് വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് ആണ് കിട്ടുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൻ്റെ വേറൊരു ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ കണ്ടു നോക്കാം. അതും വന്നിട്ട് ഇതേ സെയിം തന്നെയാണ്. ആ ഷെയ്ഡ് മാത്രമേ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ഷെയ്ഡ് വന്നിട്ടൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സെക്കൻഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് സ്കേർട്ട് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് നല്ല ഒരു ടൊമാറ്റോ റെഡാണ് വരുന്നത്. അടിക്കുന്ന റെഡൊന്നുമല്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന അതേ സെയിം റെഡ് തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോട്ടോസ് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഒരുപാട് വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വേറെ ഇത് കാണിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് വന്നിട്ട് ഞാൻ ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തേക്കാം. ഇങ്ങനെയാണ് വരുന്നത്. രണ്ടും നല്ല ഷെയ്ഡാണ് കേട്ടോ. നല്ല എന്താ പറയുക, കോളേജിൽ പോകുന്ന കുട്ടികൾക്കായാലും അല്ലെങ്കിൽ വലിയവർക്കായാലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓഫീസിൽ വേണമെങ്കിൽ ഓഫീസിൽ വെയർ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷൻ വേറൊക്കെ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. വേറെ വർക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പ്ലെയിൻ ആണെങ്കിൽ തന്നെയും നല്ല ഒരു ലുക്ക് തരുന്ന ഒരു അതിൻ്റെ രീതിക്ക് നമ്മളതൊന്ന് പെയർ ചെയ്താൽ മതി കേട്ടോ. വേറെ ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹൈനെക്ക് ആയതുകൊണ്ട് തന്നെയും ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെയും ചെറിയ ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർണമെൻറ്റ്സ് ഇട്ട് അത് ഓരോരുത്തരും അവരോട് ഇഷ്ടത്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നല്ല ഒരു ലുക്ക് തരുന്ന ഒരു ടു പീസ് സെറ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട ഈ രണ്ട് ടു പീസ് സെറ്റിൻ്റെയും സൈസ് വന്നിട്ട് M to XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 799 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8891479506.
എൻ്റെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ വാച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടിരുന്ന കളക്ഷൻസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിത് വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും അതെല്ലാം സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ഓഫർ സെയിൽ വീഡിയോ ആയാലും അല്ലാത്ത ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ കുറേ കസ്റ്റമർക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ വീഡിയോ കാണുമ്പോഴത്തേക്കും സോൾഡ് ഔട്ട് ആയി പോകുന്നു എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ 4Kയിലേക്കുള്ള ജേർണിയിലാണ്. അപ്പോൾ 4K ആവണ്ടേ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. എങ്കിൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ കൂടുതൽ അഫോർഡബിൾ പ്രൈസിലും നല്ല നല്ല കളക്ഷൻസൊക്കെ കൊണ്ടുവരാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി.